അരുവിക്കര പഞ്ചായത്ത് 2ാം വാർഡിലെ ജനങ്ങൾ ഒരു ആവശ്യം പറഞ്ഞാൽ മുന്നിലുണ്ടാവും മെമ്പർ രാജേഷ് പുത്തനങ്ങാടി. ഇനി അല്പം സ്വന്തം കാര്യം. കാര്യം പഞ്ചായത്ത് അംഗമൊക്കെ ആണെങ്കിലും സ്വയം അധ്വാനിച്ച് ജീവിക്കുന്നതാണ് രാജേഷിന്റെ സന്തോഷം. പൊതുപ്രവർത്തനം ഒരു വരുമാന സ്രോതസ്സായിട്ട് നോക്കിയിട്ടില്ല. നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കുക എന്നുള്ള രീതിയിലാണ് ഞാൻ മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം മെമ്പർ എന്നുള്ള സ്ഥാനം എപ്പോഴും നമ്മളൊരു സാമൂഹിക പ്രവർത്തനമായിട്ടാണ് നമ്മൾ കരുതുന്നത്. അപ്പോൾ നമുക്ക് ജീവിതത്തിൽ കുടുംബവുമായി ബന്ധപ്പെട്ട് ജീവിച്ചു വരുമ്പോൾ ഒരു ജോലി എപ്പോഴും അനിവാര്യമാണ്. അത് ഏത് പൊതുപ്രവർത്തകനും ഒരു ജോലി വേണമെന്നുള്ള ചിന്താഗതിക്കാരാണ് ഞാൻ. പൊതുപ്രവർത്തനം ഒരു തൊഴിലായിട്ടല്ല രാജേഷ് കണ്ടിരിക്കുന്നത്, അതൊരു സേവനമായിട്ടാണ് രാജേഷ് പുത്തനങ്ങാടി 2ാം വാർഡ് മെമ്പർ കണ്ടിരിക്കുന്നത്. ജീവിക്കാനായിട്ട് സ്വന്തമായി പണിയെടുത്ത് സ്വന്തമായി അധ്വാനിച്ച് ആ കാശ് കൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് രാജേഷിൻ്റെ ലക്ഷ്യം. അതല്ലാതെ രാഷ്ട്രീയം വെച്ചിട്ട് തൊഴിലാക്കുന്ന ഒരു പ്രവർത്തനമല്ല രാജേഷിന്. അതാണ് രാജേഷിൻ്റെ ഒരു പ്രത്യേകത. മനോജ് മാടശ്ശേരിക്കൊപ്പം വിഷ്ണു പ്രകാശ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. വിഷ്ണു പ്രകാശ് തന്നെ നമ്മുടെ കൂടെയുണ്ട്. വിഷ്ണു, ഈ പൊതുപ്രവർത്തനം എന്നാൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. രാഷ്ട്രീയം വെച്ചിട്ട് വരുമാനം ഉണ്ടാക്കാൻ തീരെ താല്പര്യമില്ല. അതുകൊണ്ട് മറ്റു ജോലികൾ കൂടി ചെയ്യുന്നു. സ്വന്തമായി അധ്വാനിച്ച് മുന്നിലേക്ക് ജീവിക്കണം, അല്ലേ? ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ വലിയൊരു സന്ദേശവും കൂടിയാണ് അദ്ദേഹം മുന്നിലേക്ക് വെക്കുന്നത്. മാതൃകയാണ്. ഒരു ജനസേവകൻ എന്ന നിലയിൽ നമുക്കെല്ലാവർക്കും ഒരു മാതൃകയാക്കാവുന്ന അതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഈ രാജേഷ് പുത്തനങ്ങാടി എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം ചെറുപ്പകാലത്ത് തൊട്ടേ, പഠിക്കുന്ന സമയം തൊട്ടേ ഇത്തരത്തിൽ ചെറിയ പാർട്ട് ടൈം ജോലികളെല്ലാം ചെയ്ത് വന്ന് അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇപ്പോഴും ഈ രാഷ്ട്രീയ രംഗത്തും ഒരു പ്രതിനിധിയായി, ഒരു ജനപ്രതിനിധി, ഒരു വാർഡിനെ നയിക്കേണ്ട ഒരു നിലയിലെത്തുമ്പോഴും അത് തുടർന്ന് പോകുന്നത് അതിൻ്റെ കൂടി ഒരു കാരണമായിട്ടാണ്. ഇപ്പോൾ അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായിരുന്നു, ഈ പഠനകാലത്തെല്ലാം ചെറിയ ജോലികൾ, ഓട്ടോറിക്ഷ ഓടിക്കുക, അതുപോലെ തന്നെ ലോട്ടറി വിൽക്കുക അടക്കമുള്ള നിരവധി ജോലികൾ ചെയ്താണ് വന്നിരുന്നത്. അദ്ദേഹത്തെ രാഷ്ട്രീയത്തിലോട്ട് കൂട്ടിക്കൊണ്ടുവന്ന ആളാണെങ്കിലും അതിനെല്ലാം നല്ല പ്രോത്സാഹനം നൽകി ആണ് അദ്ദേഹത്തെ വളർത്തിയതും എന്നുള്ള ഒരു കാര്യം അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. ഏതായാലും അത് ഇപ്പോഴും തുടരുന്നുണ്ട്. ഈ രാഷ്ട്രീയത്തിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനം, അത് എന്തായാലും അത് മാത്രം പോരാ. അതിൽ നമുക്ക് സ്വന്തമായി നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന ഒരു തുക വേണം, അത്തരത്തിൽ വേണം കുടുംബത്തെ നോക്കാൻ എന്നുള്ളൊരു വലിയ സന്ദേശമാണ് ഇപ്പോൾ ഈ രാജേഷ് പറഞ്ഞു വയ്ക്കുന്നത്. വരുന്ന തലമുറയിൽ പെട്ടുന്ന പുതിയ രാഷ്ട്രീയക്കാരോടാണെങ്കിലും അദ്ദേഹം പറയുന്ന കാര്യം അത് തന്നെയാണ്. അത്തരത്തിൽ എല്ലാവരും ഇതിനെ ഒരു ജോലിയായി മാറ്റാതെ, അതൊരു ജോലിയായി കാണാതെ അതൊരു സേവനമാണ്. അപ്പോൾ ആ സേവനത്തെ സേവനമായി തന്നെ കണ്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ട ഒരു തൊഴിൽ കണ്ടെത്താൻ, അല്ലെങ്കിൽ അതിലൊരു തൊഴിൽ കണ്ടെത്തി അതിൽ നിന്നുള്ള വരുമാനം ഇത്തരത്തിൽ നമ്മുടെ ആവശ്യങ്ങൾക്കായി കണ്ടെത്തി കഴിഞ്ഞാൽ അത് പൊതുവിൽ സമൂഹത്തിനും ഏറെ ഗുണം ചെയ്യുമെന്ന കാര്യമാണ്. ഇപ്പോൾ നമ്മൾ തന്നെ തമാശയ്ക്കാണെങ്കിലും പല സന്ദർഭങ്ങളിലും നമ്മൾ ചിന്തിച്ചു പോകുന്ന കാര്യമാണ് അത്തരത്തിൽ. അപ്പോൾ അതിനെല്ലാമുള്ള ഒരു മറുപടി ആയിട്ടാണ് ഇപ്പോൾ ഈ രാജേഷ് വരുന്നത്. അദ്ദേഹം രാവിലെ എല്ലാം ഈ പഞ്ചായത്തിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യവുമായി അദ്ദേഹത്തെ സമീപിക്കുന്നവർക്കെല്ലാം കഴിയുന്ന വിധം എല്ലാം ചെയ്ത് പഞ്ചായത്തിൽ നേരിട്ടെത്തിയോ അല്ലെങ്കിൽ ഏത് തരത്തിലാണ് അവർക്ക് സേവനം വേണ്ടത് അതിലെല്ലാം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉറപ്പുവരുത്തുകയും പിന്നീട് തൊഴിലിനായി അല്ലെങ്കിൽ ഒരു വരുമാനത്തിനായി ആലുവയിലുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ രാവിലെ ഉച്ചവരെ ജോലിക്ക് പോകും. പിന്നീട് ഉച്ചയ്ക്ക് ശേഷം പാർട്ട് ടൈമായിട്ട് ഈ പറ്റുന്ന രാത്രിയിലും മറ്റുമാണ്. ഉച്ചയ്ക്ക് ശേഷം അധികവും ഈ ജനങ്ങളുമായിട്ടുള്ള അവരുടെ ആവശ്യങ്ങൾക്കെല്ലാമാണ് കണ്ടെത്തുന്നതെന്നാണ് രാജേഷ് പറയുന്നത്. രാത്രിയിൽ ഇത്തരത്തിൽ സൊമാറ്റോ ഓടി അതിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ് ഈ കുടുംബം കഴിയുന്നത്. ആ കുടുംബത്തിൽ അച്ഛനും അതുപോലെ തന്നെ ഭാര്യയും രാജേഷും അടങ്ങുന്ന ഒരു കുടുംബമാണ്. ഇവർ ഇപ്പോഴും വാടകയ്ക്ക്, ഇപ്പോൾ നമ്മളോട് സംസാരിച്ച അവിടുത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായാലും പറയുന്നത് രാജേഷിനെ അറിയുന്ന കാലം തൊട്ടേ അദ്ദേഹം ഇത്തരത്തിലൊരു വാടക വീട്ടിലാണ് കഴിഞ്ഞ് വന്നിരുന്നത്. അന്ന് തന്നെ കഷ്ടപ്പെട്ട് ഏറെ ബുദ്ധിമുട്ടുകൾ സഹിച്ച് സ്വന്തമായ ഒരു വരുമാനമെല്ലാം ഇങ്ങനെ പണിയെടുത്ത് ഉണ്ടാക്കുന്ന വരുമാനത്തിൽ കഴിഞ്ഞു പോകുന്ന ഒരു കുടുംബമായിരുന്നു. അപ്പോൾ അവരുടെ ഒരു വീട് എന്ന ഒരു സ്വപ്നവും ഉണ്ട്. ആ വീടിനും കൂടി വേണ്ടിയിട്ടാണ് ഇപ്പോൾ കുറച്ച് കൂടുതൽ അധ്വാനിക്കേണ്ട ഒരു സ്ഥിതിയിലോട്ട്. അതെ, തീർച്ചയായിട്ടും. എന്തായാലും ഈ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നു എന്ന് പറയുമ്പോൾ ആ രാഷ്ട്രീയം ഒരു തൊഴിലല്ല, അതിൽ കൈയിട്ട് വാരുന്നില്ല, അഴിമതി നടത്തുന്നില്ല. പകരം ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് ജനങ്ങളോടൊപ്പം നിൽക്കാൻ
കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. തനിക്കും തൻ്റെ കുടുംബത്തിനും ജീവിക്കാൻ വേണ്ടിയിട്ട് താൻ കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നുണ്ട്, അത്രയും മതി. ഇതിലും വലിയ സന്ദേശം എന്തായാലും അദ്ദേഹത്തിന് ആ സമൂഹത്തിന് കൊടുക്കാനുമില്ല. വിഷ്ണു ആയിരുന്നു നമ്മുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞത്.